നമസ്കാരം. മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിലെത്തിയ ഏറ്റവും ദുഃഖകരമായ വാർത്ത. തുടർന്ന് മാനന്തവാടിയിലും പരിസരത്തും പ്രതിഷേധം ആളിക്കത്തുന്നതും നമ്മൾ കണ്ടു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പാലക്കാട് വയോധികരായ അമ്മയുടെയും മകളുടെയും പ്രതിഷേധം. അതേ തുടർന്ന് പെൻഷൻ തുക കുടുംബത്തിന് നൽകുമെന്ന ഉറപ്പ് സുരേഷ് ഗോപി നൽകുന്നു. ആ ഉറപ്പിൽ അവർ സമരം അവസാനിപ്പിച്ചു എന്ന ആശ്വാസകരമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തയും ഇന്നെത്തി. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട്ടിലെ മാനന്തവാടിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു കാട്ടാനയുടെ ആക്രമണത്തിൽ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. പടമല സ്വദേശി അജീഷ് പനച്ചിയിൽ ആണ് കൊല്ലപ്പെട്ടത്. കാട്ടാനയെ മയക്കുവെടിവെക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ട ബേലൂർ മഖ്ന മോഴയാനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. റേഡിയോ കോളർ വിവരങ്ങൾ കർണാടകം കൈമാറിയില്ലെന്ന് വനം വകുപ്പ് ആരോപിച്ചു. ജനങ്ങളുടെ വലിയ പ്രതിഷേധവും ഇന്നുണ്ടായി. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ആളുകൾ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടുകയായിരുന്നു. പുറത്തേക്കിറങ്ങിയ അജീഷ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടു. 42കാരനായ അജീഷ് ഓടിക്കയറിയത് അടുത്തുള്ള വീട്ടുമുറ്റത്തേക്ക്. അവിടെയുണ്ടായിരുന്ന കുട്ടികൾ ഗേറ്റ് തുറക്കുന്നതിനു മുൻപേ ആന തൊട്ടടുത്തെത്തി. മതിൽ ചാടിക്കടന്ന അജീഷ് ചുവട് തെറ്റി വീണു. മതിൽ തകർത്ത് പിന്നാലെ എത്തിയ ആന അജീഷിനെ ആക്രമിച്ചു. ഇതുവഴി ആ ചേട്ടൻ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടിക്കേറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ ചേട്ടൻ ഗേറ്റ് ചാടി കിടന്നപ്പോൾ കാല് കെട്ടിയിട്ട് അങ്ങോട്ട് വീണു. അല്ല, താക്കോൽ ഇവിടെയായിരുന്നു. ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ്. അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ട് ഓടി കയറിയതാണ്. നാട്ടുകാർ അജീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആനയെ മയക്കുവെടി വെക്കാൻ വനം മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. മയക്കുവെടി വെച്ച് ആ ആനയെ പിടികൂടുന്നതിനും അവിടെ നിന്നും മാറ്റുന്നതിനും ആവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേക ദൗത്യ സംഘത്തെ അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നടപടികൾ ആരംഭിച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ദൗത്യം പൂർത്തീകരിക്കാനാണ് ശ്രമം. പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ സിഗ്നൽ നൽകാത്തതാണ് ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകാൻ കാരണമായതെന്നാണ് കേരള വനം വകുപ്പിന്റെ ആരോപണം. കാട്ടാന ഭീതിയുടെ പശ്ചാത്തലത്തിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രതിഷേധമല്ല ഇന്ന് വയനാട്ടിൽ കണ്ടത്. തങ്ങൾ പണിയെടുക്കുന്ന പറമ്പുകളിൽ വീണ്ടും പണിയെടുക്കാൻ, തങ്ങൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ സ്വസ്ഥമായി വീണ്ടും കിടന്നുറങ്ങാൻ, അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് വയനാട്ടിൽ കണ്ടത്. ഇനി എത്ര കാലം നീണ്ടു നിൽക്കും വന്യജീവി ആക്രമണങ്ങളുടെ ഈ തുടർക്കഥകൾ? പരിഹാരം ഉണ്ടാകണം, പരിഹാരം ഉണ്ടായേ തീരൂ. ക്യാമറമാൻ റിബിനൊപ്പം കിഷോർ തോമസ്, 24. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയെ ഇന്ന് മയക്കുവെടി വച്ചേക്കില്ല എന്ന വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. വെളിച്ചക്കുറവാണ് പ്രതിസന്ധിയാകുന്നത്. കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം നാളെയാണ് ഉണ്ടാവുക. പടമല അൽഫോൺസാമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ മാനന്തവാടിയിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചതും ആ വലിയ പ്രതിഷേധവും നമ്മൾ കണ്ടു. കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തിങ്കളാഴ്ച നൽകുമെന്നും അധികമായി 40 ലക്ഷത്തിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു.
മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം രൂപ അത് തിങ്കളാഴ്ച തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എഴുതി തള്ളുന്നതിനും 40 ലക്ഷം രൂപ കൂടി അനുവദിക്കണം എന്നൊരാവശ്യം ചർച്ചയിൽ എല്ലാവരും ഉന്നയിച്ചു. അനുകൂലമായ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നുള്ളതായിരുന്നു ഒരാവശ്യം. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. സ്ഥിര ജോലി ലഭിക്കുന്നതിന് വേണ്ടി ശുപാർശ ജില്ലാതലത്തിൽ നിന്ന് ഉടനെ തന്നെ ഗവൺമെൻറ്റിലേക്ക് അയക്കും. 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ ചെലവ് കൂടി സർക്കാർ ഏറ്റെടുക്കണം എന്നൊരാവശ്യമുണ്ടായിരുന്നു. അതിൽ അനുകൂല തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാട്ടാനാക്രമണത്തിൽ വയനാട് MP രാഹുൽ ഗാന്ധി അപലപിച്ചു. അജീഷിന്റെ മരണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ഇടപെടണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പറഞ്ഞു. കിഷോർ തോമസ് ചേരുന്നുണ്ട്. കിഷോർ, രാവിലെ മുതൽ അവിടെ ഉണ്ട്. കിഷോർ, അവിടുത്തെ ഒരു വലിയ പ്രതിഷേധം, അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക, ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു, ഇപ്പോൾ രാത്രിയാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ്, മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് നിലവിലുണ്ടെങ്കിൽ പോലും ഇന്ന് ഈ ദൗത്യം അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടല്ലോ. അതുമാത്രമല്ല, രാത്രിയിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ഇപ്പോൾ ഇന്ന് മുഴുവൻ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ രാത്രിയിലൊക്കെ അവിടെ ഉത്സവമൊക്കെ നടന്നു. അപ്പോൾ എന്ത് നടപടിയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? ഒരു അനൗൺസ്മെൻറ്റ് പോലും ഉണ്ടായില്ല. ഈ രീതിയിലുള്ള പരാതികളും പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് കിഷോർ? ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ് പടമലയിലുള്ളത്. കാരണം അവർക്ക് ഏറെ പ്രിയപ്പെട്ട, അവർക്കൊപ്പം എപ്പോഴും നടന്നുകൊണ്ടിരുന്ന, അവരുടെ ഏത് ആവശ്യങ്ങൾക്കും എത്തിയിരുന്ന അജീഷ് എന്ന അവരുടെ പ്രിയപ്പെട്ട ഒരാളെ കാട്ടാന കൊല്ലുക എന്ന് പറഞ്ഞ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അതൊരു പ്രതിഷേധാഗ്നിയായി തന്നെ പടർന്നു പിടിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കാലം തുടർച്ചയായി വയനാട്ടിൽ വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് പോലും കൃത്യമായൊരു നടപടി എടുക്കാൻ ഭരണാധികാരികൾക്കായിട്ടില്ല എന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചു. അവർ ഈ അവസാനം വന്ന ഈ ആന, ഈ ഒരാളുടെ ജീവനെടുത്ത ആന, ആ ആന ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അത് കൃത്യമായൊരു നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വനംവകുപ്പ് അടക്കമുള്ളവരുടെ വീഴ്ചയായി തന്നെയാണ് ആളുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ജനരോഷം ഉണ്ടാവുകയും ചെയ്തത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഇവിടെ വരുന്നത്, ഇന്ന് എന്തായാലും മയക്കുപിടി വെക്കുന്ന ഒരു കാര്യത്തിലേക്ക്, അത്തരമൊരു ദൗത്യത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല. അത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം ഇത്ര വൈകി ഈ ഒരു വെളിച്ചത്തിൽ മയക്കുപിടി വെക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ മയക്കുപിടി വെക്കുന്ന ദൗത്യം ഇന്നുണ്ടാവില്ല. ദൗത്യത്തിന് വേണ്ടി 4 കുങ്കിയാനകളാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ അതുപോലെ ഭരത് അടക്കമുള്ള കുങ്കിയാനകൾ ഇവിടെ എത്തി. വിക്രം, ഭരത് എന്ന 2 കുങ്കിയാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ, വെളിച്ചമാകുമ്പോൾ തന്നെ ആ സമയത്തായിരിക്കും മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് അധികൃതർ നടക്കുക. ഇന്ന് രാത്രി ജനങ്ങളോട് അതീവ ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. ആനയുടെ ഓരോ നീക്കങ്ങളും, ആന ഒരുപക്ഷെ താഴേക്ക് റോഡിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ ആനയുടെ ഓരോ നിമിഷത്തെയും നീക്കങ്ങളും കൃത്യമായി വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അതിനനുസരിച്ചുള്ള നടപടികൾ കൃത്യമായി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ കേവലം ഒരു നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രതിഷേധമല്ല. അത് കാലങ്ങളായി വയനാടൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമാകണമെന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള അവരുടെ പ്രതിഷേധം തന്നെയാണ് ഇന്ന് മാനന്തവാടിയിലും പടമലയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും നമ്മൾ കൃത്യമായി കണ്ടത്. ആനഭീതി അത് പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തു നിന്നും പടമലയിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ അപ്പുറം ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയുടെ കൃത്യമായ മൂവ്മെൻറ്റ്, അത് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ള കൃത്യമായ മൂവ്മെൻറ്റ് അത് നിരീക്ഷിച്ചു വരികയാണ്. മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള ദൗത്യങ്ങളൊക്കെ നാളെ രാവിലെ ആയിരിക്കും സ്മിത ഉണ്ടാകാൻ സാധ്യത. ശരി, കിഷോർ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. നാളെയാകും മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യസംഘം. അതിരാവിലെ മുതൽ ആ ദൗത്യത്തിലേക്ക് അവർ നീങ്ങുമെന്നാണ് കിഷോർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അഭിജിത്ത് മുഴക്കുന്ന് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ ചർച്ചയിൽ നമുക്കറിയാം പ്രതിഷേധം അത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ അനുനയ ശ്രമങ്ങൾ അത് വിജയം കണ്ടു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ അജീഷിൻ്റെ കുടുംബത്തിനുള്ള സഹായം, ഭാര്യയ്ക്ക് ജോലി, ആ രീതിയിൽ പോകുന്നു കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇന്ന് ഉച്ച മുതൽ കണ്ടതാണ്, വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കാരണം ഇതിനൊക്കെ അപ്പുറത്ത് കൂടെ നടന്നിരുന്ന ഒരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞു പോകുമ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു ആശങ്കയും വേദനയും ഒക്കെ ആ പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴുള്ള അവരുടെ പ്രതികരണങ്ങൾ എന്താണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ തീരുമാനമായത്?
സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. രാവിലെ ഈ അജി കൊല്ലപ്പെട്ടതിന് ശേഷം അന്ന് ആ ഒരു സമയം തൊട്ടിങ്ങോട്ട് നാട്ടുകാർ സംഘടിച്ചെത്തി അജിയുടെ മൃതദേഹവുമായി മാനന്തവാടി നഗരത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. മാനന്തവാടിയിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ആദ്യം. പിന്നീട് അത് സബ് കളക്ടർ ഓഫീസിന് മുന്നിലേക്ക് നീങ്ങി. അജിയുടെ മൃതദേഹവുമായി സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ വലിയ ഒരു ജനക്കൂട്ടം തമ്പടിച്ചെത്തുകയും തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ അധികാരികൾ ചെവിക്കൊള്ളാത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഉണ്ടായ സംഭവം എന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് രാവിലെ അജിയുടെ ഈ ആന ചവിട്ടിയുള്ള ഈ ഒരു മരണം സംഭവിക്കുന്നു. പ്രധാനമായും ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത് ചില കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കൂടാതെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്ന് ഈ ശാശ്വതമായി ഈ ഒരു പ്രശ്നത്തിന് ഈ വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ആളുകളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് അധികാരികൾ എത്തണമെന്നുള്ളതായിരുന്നു. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ അലയടിച്ചത്. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ചർച്ച MLA മാർ മറ്റ് ജനപ്രതിനിധികൾ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചർച്ച നടന്നു. ഈ ചർച്ചയ്ക്കൊടുവിലാണ് ചില തീരുമാനങ്ങൾ വന്നത്. ആ ചർച്ചയിൽ ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ ഒരു അനുകൂലമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 ലക്ഷം രൂപ തിങ്കളാഴ്ചക്കകം നൽകുമെന്നുള്ളതാണ്. 40 ലക്ഷം രൂപ കൂടി നൽകാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. കൂടാതെ അജിയുടെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലിയും നൽകുന്ന രീതിയിലാണ് സമവായ ചർച്ച ഉണ്ടായത്. അതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തത്. അഭിജിത്ത് മുഴക്കുന്നാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അകത്തേത്തറയിൽ പെൻഷൻ മുടങ്ങിയ വയോധികർക്ക് സഹായവുമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ 92-കാരിയായ പത്മാവതിക്കും മകൾ 67-കാരി ഇന്ദിരയ്ക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു പ്രതിഷേധം. 24ന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഇന്ന് രാവിലെ നമ്മൾ ആ വാർത്ത കൊടുക്കുന്നു, അതിനുശേഷം സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. തികച്ചും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം വഴിമുട്ടുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുന്നത്. അതും 92ഉം 67ഉം വയസ്സുള്ള 2 സ്ത്രീകളാണ്, വയോധികരാണ്. തീർച്ചയായിട്ടും വലിയ ആശ്വാസമായി സുരേഷ് ഗോപിയുടെ ആ ഒരു വാഗ്ദാനം എത്തുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്മിത, ഇതാണ് പത്മാവതി അമ്മയുടെയും അവരുടെ മകളുടെയും വീട്. അവരുടെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. ഒരു കുഞ്ഞു കൂരയാണ്. ഇവിടുത്തെ വാർഡ് മെമ്പറുടെ സഹായത്തിലൊക്കെയാണ് അവർക്ക് ഇത്രയെങ്കിലും എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് രാവിലെ നമ്മൾ അവരെ കാണുമ്പോൾ വളരെ നിസ്സഹായമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. കാരണം പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. ആ തരത്തിലാണ് രാവിലെ ആകുമ്പോഴുള്ള ചൂടൊക്കെ. ആ ചൂടത്താണ് അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൽ വന്ന് കിടന്നിരുന്നത്. ആദ്യം പത്മാവതി അമ്മ മാത്രമാണ് കിടന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മകൾക്കും വയ്യാതാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർക്കും അവിടെ കിടക്കേണ്ടുന്നൊരു പശ്ചാത്തലം ഉണ്ടായി. അവിടെ നിന്നൊന്ന് മൂത്രമൊഴിക്കാനും മറ്റും പോകാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറുകയായിരുന്നു. ഒരുപാടധികം നമ്മളൊക്കെ നിർബന്ധിച്ച ശേഷമാണ് അവർ മടങ്ങിപ്പോയത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവരെ കാണാൻ അവിടേക്ക് പഞ്ചായത്ത് അധികൃതരോ ജില്ലാ കളക്ടറോ ഒന്നും തന്നെ എത്തിയില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അമ്മ, എന്തായാലും ഇപ്പം സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ വാർത്ത അവർ 24-ലൂടെ കണ്ടു. നിങ്ങൾക്ക് സർക്കാർ എന്ന് പെൻഷൻ നൽകുന്നോ അതുവരെ അമ്മയ്ക്കും പത്മാവതി അമ്മയ്ക്കും പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വളരെയധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് 24 എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ 24ഉം പിന്നെ മറ്റേ ആ 3 ഇതുള്ളതുണ്ടല്ലോ, എന്തായാലും ഫ്ലവേഴ്സ്, അതുമാണ് എപ്പോഴും കാണുന്നത്. പിന്നെ വിട്ട അമൃതയാണ്, വേറെ ഒന്നും കാണില്ല, ഈ 3. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ശ്രീകണ്ഠൻ നായരെ ഒന്ന് വിളിക്കണം. ശ്രീകണ്ഠൻ നായരെ എന്തോ പരിപാടിയുണ്ട്, അതിലെന്തെങ്കിലും അറിയുന്നത് വലുതും പറഞ്ഞിട്ട് വല്ലതും 10 റുപ്യ കിട്ടുക വെച്ചാൽ ഞങ്ങൾക്കൊരു കൂര ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ മക്കളുടെയാണ്. മക്കളിപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ വയസ്സാം കാലത്ത് ഞങ്ങൾ 3 പെൺമക്കളാണ്. ഞാനും എൻ്റെ 2 അനുജത്തിമാർ. ഞങ്ങൾക്കൊന്നും വീടില്ല, ഈ അമ്മയ്ക്കും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു കൂര എങ്ങനെയെങ്കിലും കിട്ടുകയാണ്, അല്ല അവിടെ പോയിട്ട് വലുതും ഇതാവുകയാണെങ്കിലെന്ന് വിചാരിക്കും. പക്ഷെ അത് വിളിക്കാനോ അല്ലെങ്കിൽ ഫോണിൽ അയക്കാനോ ഒന്നും എനിക്കറിയില്ല. ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഏത് അവസ്ഥയിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇവിടെ യാതൊന്നുമില്ല, ഈ അരി മാത്രമാണ് കിട്ടുന്നത്.
അത് കേന്ദ്ര സർക്കാർ തരുന്നതാണ് പറഞ്ഞു. ഈ അരി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഈ അരി മാത്രം വെച്ചിട്ട് എങ്ങനെ ഞങ്ങൾ ദിവസം കഞ്ഞിയോ ചോറോ വെച്ച് കഴിക്കാൻ പറ്റുമോ? വളരെയധികം മോശമാണ്. ഒന്നുമില്ല. പാലൊക്കെ ഒഴിച്ച് ചായ കുടിക്കുന്ന എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും തരുമ്പോഴോ ഒക്കെയാണ് ഞങ്ങൾ ഈ പാലൊഴിച്ച് ചായ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കട്ടൻ ചായ അത് ഇഞ്ചി കുത്തിയിട്ട്. ഇന്നിപ്പോൾ നമ്മൾ അത്രയും സമയം ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുന്നു. പഞ്ചായത്ത് അധികൃതരോ ജില്ലാ ഭരണകൂടം ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടായി നിങ്ങൾക്ക്? വളരെയധികം വിഷമം തന്നെയാണ്. കാരണം നമ്മൾ ഈ പഞ്ചായത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് 50 കൊല്ലമായി. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ്. ഈ 50 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. ആരും ഇല്ലാത്ത ഈ ഇത്രയും വയസ്സായിട്ടുള്ള ഒരമ്മയും ഞാനും അവിടെ വന്നിരിക്കുമ്പോൾ എന്നോടൊപ്പം പണിയെടുത്തൊരു പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻ്റ് പോലും എന്താ എന്ന് പോലും എൻ്റെ നമ്പർ ഉണ്ടായിട്ടും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല. വളരെയധികം പരിതാപകരം തന്നെയായിരുന്നു ഞങ്ങളുടെ. എന്തായാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും. ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾക്ക് മന്ത്രിമാരായിട്ടും ഇതായിട്ടും വരേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഇത്ര തിരക്ക് ഉണ്ടായിട്ടും ഞങ്ങൾ ഈ പാവങ്ങളായ ഞങ്ങളെ അദ്ദേഹം കണ്ടുവല്ലോ. അതിന് ഏറ്റവും വളരെയധികം നന്ദി. എന്താ ഇനി പറയേണ്ടതിൽ മേലെ അദ്ദേഹത്തിന് അത്രയും കോടാനകോടി നമസ്കാരം. ഗോപിയോടുള്ള നന്ദി അറിയിക്കുകയാണ് സ്മിത. ആ കുടുംബം, അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അവർക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം തുകയിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള തുക എന്ന് സർക്കാർ ഈ പെൻഷൻ അനുവദിക്കുന്നു അന്ന് വരെ നൽകാമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടികൾ, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നൽകാൻ നിലവിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് തന്നെ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്യും. സ്മിത. റൈറ്റ്. പാലക്കാട് അകത്തേത്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഈ വാർത്തയ്ക്ക് പിന്നാലെ 24 ഈ വാർത്ത നൽകുന്നു. അതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സഹായഹസ്തം എത്തിയത്. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളും അവരോട് സംസാരിച്ചതും. കൂടുതൽ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൽ സീറ്റ് ധാരണയായി. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കോട്ടയത്തിന് പുറമെ രണ്ടാമതൊരു സീറ്റ് കൂടി വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം CPIM തള്ളി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ 20 സീറ്റിൽ 15ലും CPIM, 4 സീറ്റുകളിൽ CPI, 1 സീറ്റിൽ കേരള കോൺഗ്രസ് എം എന്ന് വരുമ്പോൾ 1 സീറ്റ് കൂടി ആവശ്യപ്പെട്ടിരുന്നു കേരള കോൺഗ്രസ് എം. അത് ലഭിക്കില്ല എന്നുറപ്പായി അല്ലേ? ഇന്നത്തെ LDF യോഗത്തിൽ അങ്ങനെയാണ് ധാരണയായിട്ടുള്ളത്. നേരത്തെ 16 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കുന്നതായിരുന്നു ഇതുവരെയുള്ള LDFിന്റെ രീതി. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടുകൂടി കോട്ടയം സീറ്റ് അവർക്ക് വിട്ടു നൽകേണ്ടി വന്നു. ഇതോടുകൂടി 15 സീറ്റിൽ CPIM-ഉം 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും 4 സീറ്റിൽ CPI-യും മത്സരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മാത്രവുമല്ല, ഈ കോട്ടയത്തിന് പുറമെ 15 സീറ്റ് എന്ന ആവശ്യം കൂടി കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPM നേതൃത്വം നിലപാടെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് RJD-യും 1 സീറ്റ് അധികം ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ മുൻപ് മത്സരിച്ച, അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തുകയായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ യോഗത്തിൽ സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണം എന്നുള്ള ഒരാവശ്യം അത് മുന്നണിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് സജീവമാവുകയാണ് ഇടതുമുന്നണി. അടുത്ത ഇടതുമുന്നണി യോഗത്തിന് മുൻപ് ഇപ്പോൾ ഈ സീറ്റ് വിഭജനം പൂർത്തിയായ പശ്ചാത്തലത്തിൽ പാർട്ടികൾ അന്തിമ സ്ഥാനാർത്ഥി എണ്ണത്തിലേക്ക് കടക്കാനും മുന്നണി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 14-ാം തീയതി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാതല LDF യോഗങ്ങൾ ചേരും. സ്മിത. ഷഫീദ്, ഈ സീറ്റ് ധാരണയാകുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യം, അതിപ്പോൾ ഇനി അധിക ദിവസമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മുന്നണിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നേതൃനിരയിൽ ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകുക, ആ രീതിയിൽ പോകുമ്പോൾ ഈ സീറ്റ് വിഭജനത്തിലുള്ള ധാരണ അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, UDFിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ LDFിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് ഇനി ഒരു വഴിയുണ്ടാകില്ല എന്നുള്ള രീതിയിൽ തന്നെ ധാരണയായി കഴിഞ്ഞു. LDFിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം, അതായത് കേരള കോൺഗ്രസ് എം ഒരു അധിക സീറ്റ് ആവശ്യം അത് കത്തിലൂടെ മുന്നണിയെ അറിയിച്ചതാണ്. പക്ഷേ മുന്നണി അന്ന് തന്നെ തീരുമാനമെടുത്തതാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്കിലേക്ക് കടക്കുകയില്ല എന്നുള്ളത്. പക്ഷേ വീണ്ടും ഒരു ഘടകകക്ഷി നിലവരുടെ ആവശ്യം അവർ ഉന്നയിച്ചു. പക്ഷേ അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് CPM ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. വലിയ തലവേദനകളും ഉഭയകക്ഷി ചർച്ചകളും ഒന്നുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം LDFിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ന് LDF കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: മറ്റേത് മുന്നണിയെക്കാളും തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ
കൃത്യമായി സ്ഥാനാർത്ഥി പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകാൻ LDF-ന് കഴിയും എന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസമെന്ന LDF കൺവീനർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ LDF-ന് വലിയ തലവേദനയാക്കുന്നില്ല. അധിക സീറ്റ് ആവശ്യങ്ങൾ അത് രമ്യമായി തന്നെ പരിഹരിക്കാൻ ഇന്നത്തെ LDF യോഗത്തിൽ കഴിഞ്ഞു. മറ്റ് കാര്യങ്ങൾ അതൊന്നും മറ്റ് ആവശ്യങ്ങളുമായിട്ടൊന്നും ഇതുവരെയും വന്നിട്ടില്ല. സ്മിത, LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.